ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കാറിൽ സുധീഷിന്റെ വീട് അന്വേഷിച്ചു വരികയാണ് രാജീവ്. ഡ്രൈവറിനെ കൊണ്ട് റോഡ് സൈഡിലിരിക്കുന്ന രണ്ടുപേരോട് സുധീഷിന്റെ വീട് അന്വേഷിക്കുമ്പോൾ കുറച്ചപ്പുറത്തായി നിൽക്കുന്ന സുഭാഷിനെ അവിടേക്ക് വിളിക്കുകയാണ് അവർ. ഗ്ലാസ് താഴ്ത്തി രാജീവ് പറയുന്നു, ഞാൻ രാജീവ്, നിധിയുടെ അച്ഛനാ. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് സുഭാഷ്. രാജീവ് പറയുന്നു, ഞാൻ നിധിയെ കാണാൻ വേണ്ടിയാ വന്നത്, വീട് അറിയില്ല, അതാ അന്വേഷിച്ചത്. സുഭാഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ? നിധി വീട്ടിലുണ്ട്, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ സുഭാഷും രാജീവിന്റെ ഒപ്പം വണ്ടിയിലേക്ക് കയറുകയാണ്. തുടർന്നവർ കിളിക്കൂട്ടിലേക്ക് വരുന്നു. പുറത്ത് മദ്യക്കുപ്പികൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഭാസ്കരൻ. സുഭാഷ് ടെൻഷനോടുകൂടി ഭാസ്കരനെ ശ്രദ്ധിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രാജീവും ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. സർ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ സുഭാഷ് ഭാസ്കരന്റെ അരികിലേക്ക് ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, അച്ഛൻ എന്താ ഈ ചെയ്യുന്നത്? ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താടായി ചെയ്യുന്നത്? അച്ഛനൊന്നും മിണ്ടാതിരിക്കെന്ന് പറഞ്ഞ് കുപ്പികളെല്ലാം എടുത്തു മാറ്റുകയാണ് സുഭാഷ്. സംശയത്തോടുകൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, ആരാടാ അത്? നിധിയുടെ അച്ഛനാന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, അതിന്? അയാൾ വന്നാൽ എന്റെ മദ്യക്കുപ്പികളൊക്കെ ഞാൻ മാറ്റി വെക്കണോ? ഇതെല്ലാം കണ്ട് ചുറ്റും നോക്കുകയാണ് രാജീവ്. തുടർന്ന് രാജീവിനെയും കൂട്ടിക്കൊണ്ട് സുഭാഷ് ഉമ്മത്തേക്ക് വരുമ്പോൾ ഭാസ്കരനും അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, സർ, തെറ്റിദ്ധരിക്കല്ലേ, ഞങ്ങളുടെ അച്ഛനാ. രാജീവ് നമസ്കാരം പറയുമ്പോൾ ഭാസ്കരനും നമസ്കാരം പറയുകയാണ്. സുഭാഷ് പറയുന്നു, സർ, ഞാൻ നിധിയെ വിളിക്കാമേ. നിധി, ഇത് ആരാ വന്നിരിക്കുന്നതെന്ന് വന്ന് നോക്ക്. ഇപ്പൊ വരാൻ സുഭാഷ് ഏട്ടാന്ന് നിധി പറയും. പുഞ്ചിരിച്ച സുഭാഷ് പറയുന്നു, ഇപ്പൊ വരും നിധി. രാജീവ് ചുറ്റും നോക്കുകയാണ്. ബീഡിയും വലിച്ച് രാജീവിന്റെ അരികിലേക്ക് വരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, വേണോ? ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി സുഭാഷ് ചോദിക്കുകയാണ്, അച്ഛാ, എന്താ അച്ഛ ഇങ്ങനെ? വേണ്ടെന്ന് രാജീവ് പറയുമ്പോൾ പുഞ്ചിരിച്ച ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് പറയുന്നു, സർ, അച്ഛന്റെ സ്വഭാവം അങ്ങനെയാ, തെറ്റിദ്ധരിക്കല്ലേ. കുഴപ്പമില്ലെന്ന് രാജീവ് പറയുമ്പോൾ സുഭാഷ് ഉറക്കെ പറയുന്നു, നിധി മോളെ പെട്ടെന്ന് വാ. സർ, ഞാൻ സാറിന്റെ മുന്നിലേക്ക് നിൽക്കാം, നിധി വന്നാൽ ഉടനെ മാറാം, നിധിക്കിതൊരു സർപ്രൈസ് ആകും. അങ്ങനെ രാജീവിന്റെ മുന്നിലേക്ക് കയറി നിന്ന് സുഭാഷ് ഉറക്കെ നിധി എന്ന് വിളിക്കുമ്പോൾ നിധി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നികേഷ് അവിടേക്ക് വരുന്നു. സുഭാഷ് രാജീവിന്റെ മുന്നിൽ നിന്നും മാറുമ്പോൾ പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് രാജീവ്. ഞെട്ടി വിശ്വസിക്കാനാകാതെ കണ്ണു നിറങ്ങി നിൽക്കുകയാണ് നിധി. രാജീവ് കണ്ണു നിറങ്ങിയ നിധി എന്ന് വിളിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ, നിന്നെ കാണാൻ വേണ്ടിയാ മോളുടെ അച്ഛൻ വന്നത്. ഇത് കേട്ട് നിധി വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, എന്ത് നിധി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അച്ഛൻ മോളെ കാണാൻ വേണ്ടിയാ വന്നതെന്ന്. കണ്ണു നിറങ്ങിയ നിധി അരികിലേക്ക് ചെല്ലുമ്പോൾ കവളിൽ പിടിച്ച് രാജീവ് ചോദിക്കുന്നു, സുഖമാണോ എന്റെ മോൾക്ക്? നിധി പറയുകയാണ്, ഞാൻ സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. അച്ഛൻ എങ്ങനെ ഇവിടെ? ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, എന്ത് ചോദ്യം മോളെ ഇത്? ഞാൻ നിന്നെ കാണാനാ വന്നത്. ഇത് കേട്ട് നിധി പൊട്ടിക്കരയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, എന്തു പറ്റിയടാ? നിധി രാജീവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പുഞ്ചിരിച്ച് നിധിയെ ചേർത്ത് പിടിക്കുകയാണ് രാജീവ്. ഇത് കണ്ട് കണ്ടു നിറങ്ങി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും നികേഷും. നിധിയുടെ കവളിൽ പിടിച്ച് രാജീവ് പറയുന്നു, കരയരുതേ മോളെ, കരയാതെ. സുഭാഷ് പറയുകയാണ്, മോളെ നിധി, അച്ഛനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. പുറത്ത് നിന്നാണോ സംസാരിക്കുന്നത്? സർ, അകത്തേക്ക് വാ. അച്ഛൻ വാന്ന് പറഞ്ഞ് നിധി സുഭാഷിന്റെ ഒപ്പം അകത്തേക്ക് കയറി വരികയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നികേഷ്. രാജീവ് പുഞ്ചിരിച്ച് നികേഷിനെയും നോക്കുന്നു. കുറച്ചപ്പുറത്തായി നിന്ന് വീടി വലിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് വന്ന് നികേഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ അച്ഛൻ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നതാ, അപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ? ഇത് കേട്ട് നികേഷിനെ തന്നെ നോക്കി വീടി വലിക്കുകയാണ് ഭാസ്കരൻ. നികേഷ് ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. രാജീവിന്റെ കൈയും പിടിച്ച് നിധി അകത്തേക്ക് കയറി വരുമ്പോൾ കസേര ഇട്ടുകൊടുത്ത് സുഭാഷ് പറയുന്നു, സർ, ഇരിക്കെ. അവിടേക്കിരുന്ന രാജീവ് ചുറ്റും നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നമ്മുടെ വീട് എവിടെയാണെന്ന് ജംഗ്ഷനിൽ വന്ന് വഴി ചോദിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നിധിയുടെ അച്ഛൻ, അതാ ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നത്. നിധി പറയുന്നു, അച്ഛൻ ഇവിടേക്ക് വന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് സുധീഷിനെ കണ്ടിരുന്നു എന്ന് രാജീവ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, സുധീഷിനെ എവിടെ വെച്ച് കണ്ടു? രാജീവ് പറയുകയാണ്, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഞാൻ അവനെ കാണാൻ വേണ്ടി വന്നതാ. റെഗുലറായിട്ട് സുധീഷ അയാളുടെ വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ കാറിൽ കയറിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ സുധീഷ്. എന്റെ ഫ്രണ്ട് പോകുന്ന വഴിയിൽ ഇറങ്ങി. ഞാനും സുധീഷും കുറച്ചു സമയം തനിച്ച് ട്രാവൽ ചെയ്തു. അവൻ ജോലി ചെയ്യുന്നത് കണ്ട് എന്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സുധീഷിനോട് സംസാരിച്ചതിന് ശേഷം എന്റെ മനസ്സ് അലിങ്ങി തുടങ്ങി. നിധിയെ കാണുമെന്ന് തോന്നി. അവൻ മോശമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഇല്ല, മോശമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരുമായിരുന്നു. ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞ സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് നികേഷ്. രാജീവ് ചുറ്റും നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അമ്മയ്ക്ക് സുഖമാണോ അച്ഛാ? രാജീവ് പറയുന്നു, ആ, കുഴപ്പമില്ല. പുറത്തുനിന്ന് വീടി വലിക്കുന്ന ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ് രാജീവ്. നിധി പറയുന്നു, അത് സുഭാഷ് ഏട്ടന്റെ അച്ഛനാ. രാജീവ് പറയുന്നു, പറഞ്ഞായിരുന്നു മോളെ. നികേഷ് അവിടേക്ക് വരുമ്പോൾ നിധി നികേഷിനെ പരിചയപ്പെടുത്തുകയാണ്. രാജീവ് ചോദിക്കുന്നു, നികേഷ് എന്ത് ചെയ്യുക? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് നികേഷ് പറയുമ്പോൾ രാജീവ് ചോദിക്കണം, ഓ, കോളേജിൽ പഠിക്കുകയാണ്, ഓക്കെ. നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിലാണോ താമസിക്കുന്നത്? അതേത് നികേഷ് പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മ? നിധി പറയുന്നു, അച്ഛാ, ഇവരുടെ അമ്മ ഇവരുടെ ചെറുപ്രായത്തിൽ തന്നെ അമ്മ മരിച്ചു. അച്ഛൻ മാത്രമേ ഉള്ളൂ. ഈ
സമയം ചായയുമായി അവിടേക്ക് വരികയാണ് സുഭാഷ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് പറയുകയാണ്, സത്യത്തില് നീ അന്ന് വീട്ടിൽ നിന്ന് പോയ ശേഷം മനസ്സിനൊരു ഭാരമായിരുന്നു. ചെയ്യരുതാത്തത് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം നീറി നീറി പുകയാൻ തുടങ്ങി. എന്തിനാ ഈ പിടിവാശി? എന്താണെങ്കിലും നീ എന്റെ മകളല്ലേ. നിന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നാളെ അച്ഛൻ ഇല്ലാതായാൽ ആർക്കാ നഷ്ടം? അച്ഛൻ എന്താ ഈ പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, എല്ലാവരും മരിച്ചു പോകില്ലേ മോളെ, ഇനി ഞാൻ കുറച്ച് നാളുകളെ കാണുള്ളൂ. അപ്പൊ ഞാൻ ദേഷ്യമായിട്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാ? യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ വരെ ഒന്നിക്കുന്നു. നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരല്ലേ. ഞാൻ ഇവിടേക്ക് വന്നത് നിന്റെ അമ്മയ്ക്ക് അറിയില്ല. ടീ നന്നായിട്ടുണ്ട് സുഭാഷ്. നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടനാ വീട്ടിലെ പാചകമല്ല. എന്നെ നോക്ക്, സുഭാഷ് ഏട്ടന്റെ ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂടി. അത്രയ്ക്ക് നന്നായിട്ട് സുഭാഷ് ഏട്ടൻ പാചകം ചെയ്യും. രാജീവ് ചോദിക്കുന്നു, സുഭാഷ് എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ മേസ്തിരിയാണെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, പേരിനാച്ച മേസ്തിരി. ഒരു ബിൽഡിംഗ് മുഴുവൻ തനിച്ച് പണിയാനുള്ള നോളജ് ഉണ്ട് സുഭാഷ് ഏട്ടന്. സുഭാഷ് പറയുന്നു, അയ്യോ അങ്ങനെയൊന്നുമില്ല, നിധി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഭാസ്കരൻ സംശയത്തോടു കൂടി അകത്തേക്ക് നോക്കുമ്പോൾ രാജീവും ഭാസ്കരനെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് രാജീവ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛൻ പണ്ട് ലോറി ഓടിക്കുകയായിരുന്നു. ഇപ്പൊ അച്ഛൻ ലോറി ഒന്നും ഓടിക്കുന്നില്ല. നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടനോട് ഫോണിൽ വിളിച്ച് വരാൻ പറയട്ടെ. സുഭാഷ് പറയുകയാണ്, അവനെ വിളിച്ച് പറയടാ, പെട്ടെന്ന് വരണോന്ന് പറ. ഇത് കിട്ടുന്ന പതിരി രാജീവ് പറയുകയാണ്, വേണ്ട വേണ്ട, സുധീഷ് ജോലിയിലാണ്, അത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സുധീഷ് ജോലി ചെയ്യട്ടെ, ഞാൻ എന്താ ഉടനെ പോകുന്നുണ്ടോ? സുധീഷ് ജോലി കഴിഞ്ഞ് വരട്ടെ, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഈ സമയം രാജീവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് രാജീവ് സംസാരിക്കുമ്പോൾ സുഭാഷ് പതിയെ നിധിയോട് ചോദിക്കുന്നു, അച്ഛൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുവോ? നിധി പറയുകയാണ്, അറിയില്ല. ഫോൺ കട്ട് ചെയ്ത രാജീവ് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ രഹസ്യമായി സംസാരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയല്ലേ? അത് എന്നോട് തന്നെ ചോദിക്കാമല്ലോ. സുഭാഷ് നന്നായി പാചകം ചെയ്യുമെന്ന് എന്റെ മോള് പറഞ്ഞല്ലോ. ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് എല്ലാവരും. സുഭാഷ് ചോദിക്കുന്നു, സാറിന് വെജ് ആണോ നോൺ വെജ് ആണോ ഇഷ്ടം? രാജീവ് പറയുകയാണ്, സുഭാഷ് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും. എന്റെ മോൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെ ഞാനും കഴിക്കും. ശരി സാർ. നികേഷ് വാന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നാലെ നികേഷും പോകുന്നു. നീതിയുടെ കയ്യിൽ പിടിച്ച് രാജീവ് പറയുന്നു, ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു, ഇനി നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. അങ്ങനെ നിധിയുടെ കണ്ണീര് തുടയ്ക്കുകയാണ് രാജീവ്. തുടർന്ന് നിധിയുമായി സംസാരിച്ച് രാത്രി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് രാജീവ്. ഈ സ്ഥലം മുഴുവൻ ഇവരുടേതാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അല്ല സർ, ഈ വീട് മാത്രമാണ് ഞങ്ങളുടേത്, ബാക്കിയെല്ലാം ഫാമിലി പ്രോപ്പർട്ടിയാ. സുധീഷിന്റെ അച്ഛന് ഒരു സഹോദരനും സഹോദരിയുണ്ട്, അവർക്കും ഇതില് ഷെയർ ഉണ്ട്. രാജീവ് ചോദിക്കുന്നു, മോളെ നീ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കുന്നത്? ഇത് കിട്ടി നിധി രാജീവിനെ നോക്കുമ്പോൾ രാജീവ് പറയുകയാണ്, മോള് തെറ്റിദ്ധരിക്കണ്ട, നീ വീട്ടിലെ എല്ലാവിധ സൗകര്യത്തോടും കൂടി കഴിഞ്ഞത്. ഈ വീട് ചെറുതല്ലേ, ഇവിടെ നിനക്കെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാൻ പറ്റുന്നു? നിധി പറയുന്നു, ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും നല്ലവരാണ് അച്ഛാ, അതുകൊണ്ട് അച്ഛൻ പറയുന്ന ഒരു കാര്യവും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. രാജീവ് ചോദിക്കുന്നു, സ്ത്രീകൾ ആരും ഇല്ലേ? ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിധി പറയുന്നു, ഇല്ല അച്ഛാ, ഇവിടെ ഞാൻ മാത്രമേ പെണ്ണായിട്ടുള്ളൂ. രാജീവ് പറയുന്നു, സ്ത്രീകളൊന്നും ഇല്ലാത്തടത്ത് നീ ഒറ്റയ്ക്ക് എത്ര വലിയ സൗകര്യത്തിൽ കഴിഞ്ഞവളാ നീ. നിധി പറയുന്നു, അച്ഛാ, എനിക്ക് ഇതിലും സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് താമസിക്കാൻ കഴിയില്ല, എല്ലാവരും എന്നെ അത്രയ്ക്ക് നന്നായി നോക്കുന്നുണ്ട്. ഈ സമയം പാട്ടും പാടി അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ എന്താ മോളുടെ അച്ഛന് പെട്ടെന്നൊരു മനസ്സുമാറ്റം? അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സ് മാറില്ലല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് രാജീവ് ഭാസ്കരന്റെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ നിധി അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ പെട്ടെന്നുള്ള മനംമാറ്റത്തിന് കാരണം? ചിരിച്ചുകൊണ്ട് രാജീവ് പറയുന്നു, ഞാൻ രാജീവ്, നിങ്ങളുടെ പേരെന്താ? ഭാസ്കരൻ പറയുകയാണ്, എന്റെ പേര് ഭാസ്കരൻ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ല. നിങ്ങൾ വലിയ സൗകര്യമുള്ള ആളാണ്, പണക്കാരൻ. ഇത്ര പെട്ടെന്ന് മകളെ തേടി ഇവിടെ എത്തുമോ? എന്റെ മനസ്സ് മാറി തുടങ്ങിയോ? മകളെ വേണമെന്നുള്ള തോന്നലുണ്ടായോ? രാജീവ് പറയുകയാണ്, അങ്ങനെ വിചാരിച്ചോ? ദേഷ്യവും വിഷമവും ഒക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാ അച്ഛന്മാരും മകള് സന്തോഷമായിട്ട് ജീവിക്കണമെന്നല്ലേ ആഗ്രഹിക്കുക. എന്റെ മകൾ സന്തോഷത്തോടെയാണോ കഴിയുന്നതെന്ന് എനിക്കറിയണ്ടേ? എനിക്ക് അങ്ങനെ എന്റെ മോളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നേ? രാജീവ് പറയുകയാണ്, എനിക്ക് ബിസിനസ്സാ. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഭാസ്കരൻ പറയുകയാണ്, എനിക്കും ബിസിനസ്സാ, ലോറി ബിസിനസ്. രാജീവ് ചോദിക്കുന്നു, ലോറി എന്ന് പറഞ്ഞാൽ ലോറി വാങ്ങി വിൽക്കുമോ? ഭാസ്കരൻ പറയുകയാണ്, നോ നോ നോ, എന്റെ കയ്യിൽ 2-3 ലോറി സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് 3 ലോറി എന്റെ കയ്യിലുണ്ടായിരുന്നു. കൈ നിറയെ പണം, ഇഷ്ടം പോലെ വരുമാനം. എന്റെ ഭാര്യയെ ഞാൻ സ്വർണം കൊണ്ട് മൂടി. ഞാനും അവളും സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്റെ ഭാര്യ മരിച്ചുപോയി. ഞാനാണ് അവളെ കൊന്നേന്ന് പറഞ്ഞ് എന്നെ ജയിലിലൊക്കെ ആക്കി. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആ 3 ലോറി 1 ലോറിയായി. ഇപ്പൊ അതുമില്ല. തുടർന്ന് സുഭാഷ് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ സുഭാഷിനെ സഹായിക്കുകയാണ് നിധിയും നികേഷും. സുഭാഷ് ചോദിക്കുന്നു, മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛന്റെ കൂടെ സംസാരിക്കരുതായിരുന്നു? നിധി പറയുകയാണ്, അച്ഛൻ സുഭാഷിന്റെ അച്ഛനുമായി
സംസാരിക്കുകയാണ്. നികേഷ് പറയുന്നു, അയ്യോ ഏട്ടത്തി, ആദ്യം അത് പോയി നിർത്ത്. അയാൾ വായിൽ വരുന്നത് എന്തും പറയും. ഏട്ടത്തിയുടെ അച്ഛൻ ഇപ്പോഴാ എല്ലാം മറന്ന് ഇങ്ങോട്ട് വന്നത്, ഇപ്പൊ തന്നെ ഓടിച്ചുവിടും. അവരെന്ത് സംസാരിക്കാനാണെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി പറയുന്നത് കേൾക്ക്, പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. സുഭാഷ് പറയുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഭാസ്കരൻ പറയുകയാണ്, ഒരു കൊല ചെയ്തതിന് എന്നെ ജയിലിലാക്കിയില്ലേ, രണ്ടാമതും കൊല ചെയ്തെന്ന് പറഞ്ഞ് എന്നെ ജയിലിലാക്കാൻ ചിലരൊക്കെ ശ്രമിച്ചു, പക്ഷെ ഞാൻ വിടുമോ? ഞാൻ സുന്ദരനും വിവരമുള്ളവരും അല്ലേ. ഇത് കേട്ട് രാജീവ് കണ്ണു തള്ളി ഭാസ്കരനെ നോക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നത്? ചെറുപ്പകാലത്ത് എന്നെ ഒന്ന് കാണുമായിരുന്നു, എന്തു ഭംഗിയായിരുന്നു എന്നെ കാണാൻ. എത്ര പെണ്ണുങ്ങളെ എന്റെ പിന്നാലെ നടന്നേന്നറിയോ? അതെല്ലാം ഒരു കാലം. അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, സാർ അകത്തിരിക്ക്. രാജീവ് പറയുകയാണ്, സാരമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. സുഭാഷ് പറയുകയാണ്, നേരെ ഒരുപാട് വൈകിയില്ലേ, കൊതുകൊക്കെ ഒരുപാടുണ്ട്, സാർ അകത്ത് വന്നിരിക്കും. ഞാൻ അച്ഛനുമായി സംസാരിക്കുകയാണെന്ന് രാജീവ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛൻ എവിടെയും പോകത്തില്ല, രാവിലെ സംസാരിക്കാം, സാർ അകത്ത് വാ. ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾ അകത്തേക്ക് പോകും, വിളിക്കുന്നത് കേട്ടില്ലേ? അകത്താകുമ്പോൾ കൊതുക് കടിക്കില്ലല്ലോ. രാജീവിനെയും കൂടി സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, അച്ഛനായ ഞാൻ പുറത്തിരിക്കുന്നു, എന്നെ കൊതുക് കടിച്ചാൽ അവനൊരു കുഴപ്പമില്ല. രാജീവ് അകത്തിരിക്കുമ്പോൾ അടുക്കളയിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നികേഷ്, സുധീഷിനെ എന്താ ഇതുവരെ കാണാത്തത്? നിധിയുടെ അച്ഛൻ വന്നിട്ട് ഒരുപാട് നേരമായില്ലേ, ഇതുവരെ അവൻ വന്നില്ല. നിധിയുടെ അച്ഛന് ഭക്ഷണം കൊടുക്കട്ടെ, നീ സുധീഷിനെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറ. ഇത് കേട്ട് നികേഷ് സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ ഭക്ഷണമെല്ലാം അവിടേക്ക് കൊണ്ടുവയ്ക്കുകയാണ് സുഭാഷും നിധിയും നികേഷും. നികേഷ് ഒരു ടേബിള് രാജീവിന്റെ അരികിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും എങ്ങനെ കഴിക്കുന്നത്? സുഭാഷ് പറയുന്നു, ഞങ്ങൾ എല്ലാവരും തറയിലിരുന്നാ കഴിക്കുന്നത്, ഞങ്ങൾക്കത് ശീലമായി. സാറിന് അത് ശീലമില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്നാ മതി. രാജീവ് പറയുകയാണ്, ശീലമില്ലെങ്കിൽ ശീലിക്കണമല്ലോ, ഞാനും താഴെ ഇരുന്ന് കഴിക്കാം. ഇത് കേട്ട് നികേഷ് പായിട്ട് കൊടുക്കുമ്പോൾ രാജീവ് പായിലേക്ക് ഇരിക്കുകയാണ്. സുഭാഷ് ഉണ്ടാക്കിയ ഭക്ഷണം കണ്ട രാജീവ് പറയുകയാണ്, ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ഉണ്ടാക്കിയോ? സുഭാഷ് പറയുകയാണ്, ഇതൊക്കെ കുറഞ്ഞുപോയി, കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ടാക്കാമായിരുന്നു. നിധി പറയുകയാണ്, അച്ഛൻ അറിയോ, സുഭാഷ് ഏട്ടൻ രാവിലെ 1 മണിക്കൂറിനുള്ളിൽ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി, പാത്രം എല്ലാം കഴുകി കിച്ചണും ക്ലീൻ ചെയ്യും, എന്നിട്ടാ ജോലിക്ക് പോകുന്നത്. സുഭാഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല സാർ, നിധി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. സാർ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്ന രാജീവ് പറയുകയാണ്, നന്നായിട്ടുണ്ട്, അച്ഛൻ കഴിച്ചോ? സുഭാഷ് പറയുകയാണ്, അച്ഛൻ പിന്നെ കഴിക്കും. ഇത് കേട്ട് സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് ശരി ശരി എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് രാജീവ്. അച്ഛൻ ചിക്കൻ വെക്കട്ടെ എന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയണം, മതി മോളെ, നമ്മുടെ വീടല്ലേ, എന്ത് വേണമെങ്കിലും ഞാൻ എടുത്തോളാം. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് സുധീഷും ഹരീഷും. പുറത്ത് കിടക്കുന്ന കാറ് കണ്ട് സുധീഷ് പറയുകയാണ്, എന്താ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കാറ്? നികേഷ് പറയുകയാണ്, സുധീഷേട്ടൻ വന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. എന്താ സുധീഷേട്ടൻ ഇത്രയും താമസിച്ചെന്ന് ചോദിച്ച് നികേഷ് അരികിലേക്ക് ചെല്ലുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചോണ്ടിരുന്നത്? പെട്ടെന്ന് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു, കാര്യമായിട്ട് പറയുന്നുമില്ല. നികേഷ് പറയുകയാണ്, പറഞ്ഞാൽ ഉടനെ സുധീഷേട്ടൻ ഓടി വന്നേനെ. സുധീഷേട്ടനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ പറയാതിരുന്നത്, നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. സുധീഷ് ചോദിക്കുന്നു, ഗസ്റ്റോ? ആരാ അത്? നികേഷ് പറയുകയാണ്, ആളെ കണ്ടാൽ സുധീഷേട്ടൻ ഷോക്കായി നിൽക്കും. സുധീഷ് ചോദിക്കുന്നു, ആരാ? സുനന്ദയാണോ? നികേഷ് പറയുകയാണ്, സുനന്ദ വന്നിട്ട് പോയല്ലോ, ഒരാളെ കണ്ട് ഒരുപാട് തവണയൊന്നും ഷോക്കാകില്ലല്ലോ. സുധീഷേട്ടൻ അകത്തേക്ക് വന്ന് നോക്ക്, അപ്പൊ മനസ്സിലാകും. ഹരീഷ് ചോദിക്കുന്നു, ആരാടാ? സുഭാഷ് പറയുകയാണ്, സുധീഷേ വാ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്ക്. അകത്തേക്ക് കയറി വന്ന സുധീഷും ഹരീഷും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന രാജീവിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. രാജീവ് പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, സാറിനെ കണ്ട് അവൻ കണ്ണു തള്ളി നിൽക്കുകയാണല്ലോ. നിധി പറയുകയാണ്, അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സുഭാഷ് ഏട്ടന്റെ രണ്ടാമത്തെ അനിയൻ ഹരീഷ്. സുധീഷ് ഇന്ന് അച്ഛനെ കണ്ടിരുന്നില്ലേ? സുധീഷ് അച്ഛനുമായി സംസാരിച്ചതുകൊണ്ട് മനസ്സ് മാറി അച്ഛൻ എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. രാജീവ് പറയുന്നു, വാ സുധീഷ്, നമുക്ക് ഭക്ഷണം കഴിക്കാം. സുഭാഷിന്റെ വാചകം നന്നായിട്ടുണ്ട്, വാ ഇരിക്ക്. സുഭാഷ് പറയുന്നു, നിങ്ങളും ഇരിക്ക്, പോയി കൈ കഴുകിയിട്ട് വാ. കൈ കഴുകാനായി വരുന്ന ഹരീഷും സുധീഷും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ഹരീഷ് പറയുകയാണ്, അയാൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? മനസ്സ് മാറി വന്നതാണെന്നൊക്കെ പറയുന്നു. സുധീഷ് പറയുകയാണ്, അയാൾ എന്തോ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഹരീഷ് പറയുകയാണ്, ഒരുപക്ഷെ ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ട് പോകാനാണോ ഇങ്ങോട്ട് വന്നത്? സുധീഷ് പറയുന്നു, അതിന് ഞാൻ സമ്മതിക്കില്ലടാ. സുഭാഷ് പറയുകയാണ്, എടാ സുധീഷേ, ഹരീഷേ വാ, വന്ന് ഭക്ഷണം കഴിക്ക്. സുഭാഷ് ഏട്ടൻ വിളിക്കുന്നു. വാന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിനെയും കൂട്ടി അവിടേക്ക് വരികയാണ്. തുടർന്ന് രാജീവിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് സുധീഷും ഹരീഷും നികേഷും. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് നിധിയും സുഭാഷും. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് രാജീവ്. സുധീഷ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പുഞ്ചിരിച്ച രാജീവ് പറയുന്നു, സുഭാഷും നിധിയും കൂടി ഇരിക്കുക, സാറ് കഴിക്കുന്ന. സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ സുഭാഷ് ഏട്ടന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാം. ഇത് കേട്ട് പുഞ്ചിരിച്ച ഭക്ഷണം കഴിക്കുന്ന രാജീവ് സുധീഷിനോട് പറയുകയാണ്, സുധീഷ് എന്താ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത്? കഴിക്ക്. ഇതിലെ രസം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു കഴിക്കുന്നു. സുധീഷ് സംശയത്തോടു കൂടി രാജീവിനെ തന്നെ നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ രാജീവ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്